നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി 80ഓളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ED ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്ന് കെ രാധാകൃഷ്ണൻ MP. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായും MP. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്നും. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവി ദേവന്മാർ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ തൃപ്രയാർ തേവർ ഇന്ന് വൈകിട്ട് പുഴ കടക്കും. നടുറോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ബൈക്ക് നിർത്തിയിറങ്ങിയ ബൈക്ക് യാത്രികൻ ലോറി ഇടിച്ച് മരിച്ചു. മണ്ണുത്തി കാളത്തോട് സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ 42 വയസ്സുള്ള സിജോ തിമോത്തിയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുടയിലേക്ക് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ഇരിങ്ങാലക്കുട KEC ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറിയാണ് ലോഡിന്റെ ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് ചെരിഞ്ഞത്. കടവല്ലൂർ കല്ലുംപുറം പഴഞ്ഞി റോഡിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി പുലിക്കോട്ടിൽ ബെറ്റ്ലി, കല്ലുംപുറം ചെറുവത്തൂർ ബാബു, ഭാര്യ വിബി എന്നിവർക്കാണ് പരിക്കേറ്റത്. പാതിവില തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 36 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കിരീടം വഴിപാടായി ലഭിച്ചു. തമിഴ്നാട് സ്വദേശി കുലോത്തുംഗനാണ് വഴിപാട് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുൻപിൽ ധർണ നടത്തി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് OP സലീം ധർണ ഉദ്ഘാടനം ചെയ്തു. അയൽവാസിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അച്ഛനും മകനും കുറ്റക്കാരെന്ന് കണ്ടെത്തി. ശിക്ഷാവിധി നാളെ. മണലൂർ സ്വദേശികളായ തിരുത്തിയിൽ വേലിക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് TK മിനിമോൾ കുറ്റക്കാരെന്ന് വിധിച്ചത്. ജില്ലയിലെ മികച്ച GRC സെന്ററായി തിരഞ്ഞെടുത്ത മുല്ലശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയിൽ ഗോവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി. സംഘാംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനീഷ്, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മണലൂർ നിയോജക മണ്ഡലത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുടർച്ചയായി 2ാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. ഇത്തവണ 0.25% റിപ്പോ നിരക്ക് കുറച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധനത്തിനെതിരെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സ് യൂണിയൻ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ പാർക്കിംഗ് തർക്കം പരിഹരിക്കുന്നതിനായി ചെറുതുരുത്തി CIയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. അനധികൃത വാഹന പാർക്കിംഗുകൾക്കെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് CI അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,290 രൂപയായി. പവന് 520 രൂപ വർദ്ധിച്ച് 66,320 രൂപയായി. ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമത്തിനെതിരെയും കൊടുങ്ങല്ലൂരിലെ കവർച്ച ഗുണ്ട ലഹരി മാഫിയകൾക്കെതിരെയും CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കൂളിമുട്ടം AMUP സ്കൂളിൽ നടന്ന ത്രിദിന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ED ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ അത്യാസന്ന നിലയിലായി രോഗിയെയും കൊണ്ട് പോയ ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. വലപ്പാട് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസാണ് ചുങ്കം സ്റ്റോപ്പിന് സമീപം 10 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ വിമർശനവുമായി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. കുടിവെള്ള വിതരണത്തിനായി KSTP ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്. മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. മേളപ്രമാണി ഹരിഗോവിന്ദൻ മാരാർ പഞ്ചാരി മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറമേൽ ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ 9 പൊതുകുളങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. കാലടിയിലെ കവർച്ചാ സംഘ നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ച BJP ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാത്തതിലും ജബൽപൂരിലെ ക്രൈസ്തവ വേട്ടയ്ക്കുമെതിരെ SDPI കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK മനാഫ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കും മത്സ്യത്തൊഴിലാളികൾക്ക് വലയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ താരം സിറിൽ C വള്ളൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ആര്യമ്പാടത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. മുണ്ടൂർ ആറമ്പിള്ളി കണ്ടുരുത്തി വീട്ടിൽ ഇന്ദ്രസേനൻ, മകൾ അമൃത എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വേലൂർ ഗ്രാമകം നാടകോത്സവം സമാപിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ തേവർ മുരിയാംകുളം ശാസ്താക്ഷേത്രത്തിലെത്തി മത്സ്യബന്ധനാനുമതി നൽകുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി. വടക്കുമുറി കുട്ടംകുളത്തിൽ ആറാട്ടും ശാസ്താക്ഷേത്രത്തിൽ ഇറക്കി പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളി. മുരിയംകുളങ്ങര ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായെത്തിയ ഭക്തർക്ക് കഞ്ഞിയും പുഴക്കും വിതരണം ചെയ്ത് യുവാക്കൾ. പ്രവീൺ കുമാർ, MV സുനിൽ, സുമേഷ് മുല്ലക്കര, മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകൾ കയറി ബോധവൽക്കരണം നടത്തുന്ന 200ഓളം വനിതകൾക്ക് കടവല്ലൂർ പഞ്ചായത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക KR ചുമ്മാർ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിരോധിത ലഹരികൾക്കും രാസലഹരികൾക്കുമെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിഭാഷക ചങ്ങല തീർത്തു. യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോർട്ട് ഫീ വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രതിഷേധ ദിനം ആചരിച്ചു. കോർട്ട് ഫീയിലെ അന്യായമായ വർധനവ് പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പഴയന്നൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെള്ളാംകല്ലൂർ കോണത്തുകുന്ന് അടപ്പയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. മേൽശാന്തി മാടവന പരമേശ്വരൻ എമ്പറാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.